ഹായ് എവരി വൺ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സിലബസും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ട് മോഡ്യൂളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി അതർ മോഡ്യൂൾസ്. മോഡ്യൂൾ 3 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ ഇക്കണോമിക് അനാലിസിസ്. ഇത് മാത്സും സ്റ്റാറ്റിയും പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി മോഡ്യൂൾസിനേക്കാളും കുറച്ച് എളുപ്പമായിരിക്കും ഈ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് കുറച്ച് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എലമെന്റ്സ് കൂടെ വരുന്ന ഒരു മൊഡ്യൂൾ ആണ്. ഇക്കണോമിക് അനാലിസിസിൽ എങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവിന്റെ യൂസ്, അതാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ കോറിലേഷൻ, റിഗ്രഷൻ, സ്ക്യൂനെസ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ മോഡ് ഒക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബൈനോമിയൽ, പോയിസൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലൊക്കെ മീൻ, മീഡിയൻ മോഡ്, ഇപ്പൊ മോഡും മീനും തന്നു കഴിഞ്ഞാൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കാം, അങ്ങനെയൊക്കെയുള്ള ഈക്വേഷൻസ് ഉണ്ട്. അത് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ട് അതിന്റെ മീനും മീഡിയവും ഒന്നും ആയിരിക്കില്ല ചോദിക്കുക. മീനും മീഡിയവും തന്നിട്ട് മോഡ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ റിഗ്രഷൻ ഈക്വേഷൻസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കാം, അപ്പൊ അതെല്ലാം പഠിക്കുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രോപ്പർട്ടീസ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ, ബൈനോമിയലിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ആൻഡ് പിന്നെ ഇതില് ഇക്കണോമിക്സ്, ഇതൊരു ഇക്കണോമിക്സിന്റെ അകത്ത് വരുന്നതായതുകൊണ്ട് തന്നെ ഇതില് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റവന്യൂ, കോസ്റ്റ്, ഡിമാൻഡ്. അതായത് നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട് വാട്ട് ഈസ് ഡിമാൻഡ്, വാട്ട് ഈസ് സപ്ലൈ, വാട്ട് ഈസ് കോസ്റ്റ്. ഇതെല്ലാം നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്നുണ്ട്. ആ തിയറിറ്റിക്കലി പഠിക്കുന്ന സാധനത്തിന് നമുക്ക് മാത്തമാറ്റിക്കൽ ഈക്വേഷൻസ് വഴിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ, അതായത് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഈക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി ഇക്കണോമെട്രിക്സിലെ ഒരു കോർ ഏരിയ ആണത്. അത് ഡിമാൻഡ് ഈക്വേഷൻസ് തന്നിട്ട് അതിനകത്ത് നിന്ന് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പൊ അതൊക്കെയാണ് ഈ പോർഷൻസിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഈക്വേഷൻസും അതിന്റെ സ്റ്റെപ്പുകളും അതിന്റെ കാൽക്കുലേഷൻ സൈഡ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ആൻഡ് കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം ഇത് ഇക്കണോമിക്സിനകത്ത് വരുന്നത് കൊണ്ടാണ്. ഇക്കണോമിക്സിന്റെ ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇക്കണോമിക് ആപ്ലിക്കേഷൻസ് ഉള്ളതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. അപ്പൊ അതാവുമ്പോൾ ശരിക്കും ഈ ക്വാണ്ടിറ്റേറ്റീവിന്റെ മോഡ്യൂളും ആവും, നമ്മുടെ മൈക്രോയുടെ മോഡ്യൂൾ, ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരാം. അപ്പൊ മൈക്രോയുടെ മോഡ്യൂളിലാണ് നമ്മൾ ഡിമാൻഡും സപ്ലൈയും കോസ്റ്റും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇതിൽ വരിക. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇക്കണോമെട്രിക്സില് അതുപോലെ റിസർച്ചിനെ പറ്റിയിട്ട്, അത് റിസർച്ച് മെത്തഡോളജിയെ പറ്റിയിട്ട്. മെത്തഡോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അങ്ങനെ ടൈപ്പ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്. അപ്പൊ ഓരോ റിസർച്ചും എന്താണെന്ന് ഒന്ന് പഠിച്ചിട്ട് പോവുക. എന്താണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചുകൾ ഉണ്ട്. അതൊന്ന് എന്താണ് എന്ന് ചിലപ്പോ നമുക്കത് കീ പോയിന്റ്സ് തന്നിട്ട് മാച്ച് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം ചോദിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുത്തെഴുതണമെങ്കിൽ ഓരോ റിസർച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലൂ, റിഗ്രഷൻ കോഎഫിഷ്യന്റ്, അതുപോലെ തന്നെ ബ്ലൂവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഓർത്തിരിക്കുക.
ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് വൺ ഇസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. സി ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അനോവ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ എന്താണ്, അതുപോലെ തന്നെ എന്താണ് നൈൽ ഹൈപ്പോത്തസിസ്, എന്താണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്, ഇതെല്ലാം ഓർത്തിരിക്കുക. നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, ഇതെല്ലാം എല്ലാ തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു മോഡ്യൂൾസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ വരുന്ന സിലബസ്, ഈ സിലബസുകൾ വരുന്നതിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഒക്കെ. അതുപോലെ തന്നെ ബ്ലൂ എന്താണ്, ബെസ്റ്റ് ലീനിയർ അൺബൈസ്ഡ് എസ്റ്റിമേറ്റ്. ആ ബ്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ എസംഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഗോസ് മാർക്ക് എസംഷൻസ്, അങ്ങനെയൊക്കെയുള്ള കോർ ആയിട്ടുള്ള കുറച്ച് എലമെന്റുകളുണ്ട്. ആ ഒരു എലമെന്റുകൾ ഓർത്തിരിക്കുക. എന്താണ് ബ്ലൂവിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഈ എസംഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്. ഈ ബ്ലൂവിനകത്ത് ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ബെസ്റ്റ് ലീനിയർ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ എന്നാണ് നമ്മൾ ബെസ്റ്റ് ഈ ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. നമ്മുടെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർസ് OLS എസ്റ്റിമേറ്ററിലെ പ്രോപ്പർട്ടിയാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത്, ബെസ്റ്റ് ലീനിയർ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബ്ലൂ എന്ന് പറയുക. അപ്പൊ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺബൈസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്ററിനെയാണ് നമ്മൾ ഈ ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ആ ബ്ലൂവില് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബ്ലൂ അതിന്റെ ഒരു വയലേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, അതിന്റെ അസംഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കില് പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്നില്ല. ഇതിനകത്തുനിന്ന് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ ഒക്കെ എസംഷൻസ്, അതിന്റെയൊക്കെ ഡീപ്പായിട്ടൊന്നും നിങ്ങൾ പോകണം എന്നില്ല. പക്ഷെ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്തൊക്കെയാണ്, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അപ്പൊ ആ പ്രോപ്പർട്ടീസ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you should have the capacity to take that properties from the choices. അത് നിങ്ങൾക്ക് പറ്റണം. അതുപോലെ എപ്പോഴാണ് ഈ ബ്ലൂ വയലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് ലീനിയർ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ അല്ലാതെ ആവുന്നത്, അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൽ ഗോസ് മാർക്ക് അസംഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക. ഇനി ഇതിനകത്ത് നിന്ന് ലാസ്റ്റ് ടൈം ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നമ്മുടെ ഇക്കണോമിക്സ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ സിലബസിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലും എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, if the mean and variance of a given distribution is 8 and 0.25, the coefficient of variation will be. What will be the coefficient of variation if the mean and variance of a given distribution is 8 and 0.25? അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് mean is 8 and variance is 0.25. അപ്പോ നമ്മുടെ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇസ് ഈക്വൽ ടു CB എന്ന് പറഞ്ഞ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് നമുക്ക് ഇതിന്റെ ഈക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, നമുക്ക് തന്നേക്കുന്ന എന്ത് മാത്രമേ ഉള്ളൂ, വേരിയൻസും മീനും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിന്റെ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസിന്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോ ഈക്വേഷൻസ് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈക്വേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വേരിയൻസ് തന്നിട്ടുണ്ട്. വേരിയൻസ് 0.25 ആണ്. അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.5 ആണ്. 0.5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 100 ആണ് നമുക്ക് വരിക. അപ്പൊ 0.5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 0.0625 ഇൻറ്റു 100. ദി ആൻസർ വിൽ ബി 6.5.
6.25. ആൻസർ 6.25 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല, ഇവിടെ നമുക്ക് എസ് ഡിയും മീനും ആണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ഈക്വേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഇവിടെ വേരിയൻസ് ആണ്. അപ്പൊ എന്ത് മനസ്സിലേക്ക് വരണം? വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് എന്നത് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരണം. കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ എന്നിട്ട് ഷുവർ ഷോർട്ട് ആൻസർ ആണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ ഇതിനകത്ത് ഒരു മാറ്റം ഇല്ലാതെ യു വിൽ ഗെറ്റ് ദ ആൻസർ. മറ്റേ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് തമ്മിൽ ഒരു കൺഫ്യൂഷൻ വരാം. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം. അപ്പൊ ഇവിടെ ഈ ഒരു മോഡ്യൂളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഫോർമുല അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. Then, what is the meaning of the term heteroskedasticity? Heteroskedasticity എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ മോഡലിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ക്ലാസിക്കൽ റിഗ്രഷൻ മോഡലിലെ CLRM അതിന്റെ ഒരു അസംഷനില് വരുന്ന കുറെ അസംഷൻസ് ഉണ്ട്. ലീനിയാരിറ്റി ഉണ്ട്, നോ പെർഫെക്റ്റ് കോലിനിയാരിറ്റി, അതുപോലെ തന്നെ സീറോ മീൻ എറർ ടേം, error terms are uncorrelated, error terms are independent, and constant വേരിയൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം അസംഷൻസ് നമുക്ക് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലില് വരുന്നുണ്ട്. അപ്പോ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് ഈ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയാം. ഇവിടെ CLRMന്റെ അസംഷനുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഹോമോസ്കെഡാസ്റ്റിസിറ്റി ആണ്. ഇതാണ് CLRMന്റെ ഒരു അസംഷനിൽ വരുന്നതാണ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ആ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേരിയൻസ് വിൽ ബി കോൺസ്റ്റന്റ്. ഇത് എറർ ടേമിന്റെ വേരിയൻസ് ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് അക്രോസ് ഓൾ ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പോ എറർ ടേമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പൊ അതാണ് നമ്മുടെ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ്. സോ ദാറ്റ് ഈസ് ദി ഓപ്പോസിറ്റ്. നോ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ് അല്ലെങ്കിൽ ഹോമോസ്കെഡാസ്റ്റിസിറ്റി ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ദ ആൻസർ വിൽ ബി വേരിയൻസ് ഓഫ് ദി എറർ ടേം ഈസ് നോട്ട് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്താണ്? ഹോമോസ്കെഡാസ്റ്റിസിറ്റി ആണ്. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ്? അത് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ്. CLRMന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ നോ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി അഥവാ ദർ ഇസ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Heteroskedasticity refers to the condition in regression analysis where the variance of the error term is not constant across all the independent variables. This violates one of the key assumptions of ordinary least squares method, which assume homoskedasticity. ഇപ്പൊ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്ന അസംഷനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. When heteroskedasticity is present, it can lead to inefficient estimates and unreliable statistical inferences. Statistical inferences unreliable ആകും, അതുപോലെ തന്നെ ഇൻഎഫിഷ്യന്റ്. അപ്പൊ നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനെ ഇത് വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വന്നു കഴിഞ്ഞാൽ. സോ നമ്മളൊരു റിഗ്രഷൻ മോഡലില് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി there should have homoskedasticity, no heteroskedasticity. അപ്പൊ ഇത് ഓർത്തിരിക്കുക. അതായത് ഇത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻസ് ആണ്. റിഗ്രഷൻ മോഡലിന്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ലീനിയാരിറ്റി ഉണ്ട്, ഹോമോസ്കെഡാസ്റ്റിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നോ പെർഫെക്റ്റ് മൾട്ടി കോളിനിയാരിറ്റി. അപ്പൊ അതുപോലെയുള്ള കൃത്യമായിട്ട് അസംഷൻസും അതെപ്പോഴാണ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് അത് നിങ്ങൾ ഒരു ടേബിൾ പോലെ കൃത്യമായിട്ട് അത് ടെസ്റ്റ് ചെയ്യാനുള്ള കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ഇതിന്റെയൊക്കെ കൃത്യമായിട്ട് കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. Then, given the arithmetic mean, mean is equal to 45, mode is equal to 45, what will be the median? ഞാൻ ആദ്യം പറഞ്ഞത്, കാരണം നമുക്ക് കുറെ തന്നിട്ട് അതിൽ നിന്ന് മീൻ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറയത്തില്ല. നമ്മളോട് ചോദിക്കാവുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മോഡിന്റെ ഇക്വേഷൻ 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മോഡ് തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടില്ല, മീൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ വെൻ വി സോൾവ് ദിസ് ദ ആൻസർ വിൽ ബി 46. അപ്പൊ ഈ ഈക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ഈക്വേഷൻ ഓർത്തിരുന്നു കഴിഞ്ഞാൽ മോഡ് തന്നിട്ട് മീൻ തന്ന് മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും മീഡിയനും മീനും തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എന്തൊക്കെ ഇതിനകത്തുനിന്ന് വന്നാലും യു ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈക്വേഷൻസ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഈക്വേഷൻസ് ഒരു ചാർട്ടിലാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിധത്തില് ഒന്ന് നിങ്ങൾ രാവിലെ എണീക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോ, ഇപ്പോ വീട്ടില് ഹൗസ് വൈഫുകളാണ്, നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലം, ഇപ്പൊ ഫ്രിഡ്ജിന്റെ മുകളിലോ അങ്ങനെയൊക്കെ ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഈക്വേഷൻസും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴാണെങ്കിൽ പോലും യു ക്യാൻ റീഡ് ദോസ്. അത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് പെട്ടെന്ന് കയറുകയും ചെയ്യാം. Then analysis of variance is carried out by using, ഞാൻ പറഞ്ഞു ടെസ്റ്റിംഗ്, അനോവയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ടെസ്റ്റുകൾ, ഈ ടെസ്റ്റുകളെ പറ്റിയിട്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. ഓരോ ടെസ്റ്റും എന്താണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ 2 or more കാറ്റഗോറിക്കൽ വേരിയബിൾസ് തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് അഥവാ അനോവ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ 2 or more കാറ്റഗോറിക്കൽ വേരിയബിൾസ് തമ്മിൽ വെദർ ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്, സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ടെസ്റ്റിനെ നമ്മൾ പഠിക്കുന്നതിനെ നമ്മുടെ റിസർച്ചിനകത്ത് നമ്മൾ അത് നോക്കുന്നതിനെയാണ് നമ്മൾ അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയാം. അനോവ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മളോട് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ അനോവ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ അനോവ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏത് ടെസ്റ്റ് ആണ് അനോവയ്ക്ക് യൂസ് ചെയ്യുക? അപ്പോ അനോവ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്, and it is used to determine whether there is significant difference between 2 or more categorical groups. 2 or more categorical groups തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്നാണ്. ഇത് 2 തരത്തിലുണ്ട്. 1 way അനോവയും ഉണ്ട്, 2 way അനോവയും ഉണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട് അതാണ് നമ്മൾ ഈ 1 way 2 way എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പൊ 1 way ആണെങ്കിൽ 1 കാറ്റഗോറിക്കൽ വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുന്നത്, ആൻഡ് 2 way അനോവയിലാണെങ്കിൽ മോർ ദാൻ ഉണ്ടാവും, 2 or more കാറ്റഗോറിക്കൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു നമ്പർ ഓഫ് വേരിയബിൾസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു 1 way ആണോ 2 way അനോവയാണോ എന്ന് നോക്കുന്നത്. അപ്പൊ ഈ അനോവ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ്. അനോവ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഓർക്കേണ്ടത്? എഫ് ടെസ്റ്റ് ആണ് അനോവയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ അനോവ ഈസ് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റ് ഇസ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ദി അനോവ. നമ്മൾ അനോവ നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എഫ് ടെസ്റ്റ് ആണ്. സോ this ANOVA is a statistical method used to compare the means of 3 or more groups to determine if at least one group mean is significantly different from the others. നമ്മുടെ ഡിഫറെന്റ് ഗ്രൂപ്പുകളുടെ മീൻ അത് നമ്മളൊന്ന് സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വി ആർ യൂസിങ് എഫ് ടെസ്റ്റ് ഫോർ ദാറ്റ്. എഫ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. സോ ദ ടെസ്റ്റ് ദാറ്റ് വി യൂസസ് എഫ് ടെസ്റ്റ്. ഇനി എന്താണ് ടി ടെസ്റ്റ്? 2 ഗ്രൂപ്പിനെ തമ്മിലുള്ള ഡിഫറൻസ്. ടി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ടി ടെസ്റ്റ് എന്ന് പറയുന്നത്
if there is a significant difference between two groups, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാം. രണ്ടെണ്ണമാണ് അവിടെ എടുക്കുന്നത്. അതാണ് ടി ടെസ്റ്റ് എന്ന് പറയുക. ഇനി സി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ ഡേറ്റ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒന്നാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സി ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളോട് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ വിച്ച് ടെസ്റ്റ് വിൽ ബി യൂസ്ഡ്? ദാറ്റ് വിൽ ബി സി ടെസ്റ്റ്. സി ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതും രണ്ട് പോപ്പുലേഷൻ മീനുകളെ തമ്മിൽ ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഹൈ സ്ക്വയർ ടെസ്റ്റ്. ഹൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ നോക്കുന്നത് രണ്ട് കാറ്റഗോറിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള if two variables are independent, unrelated ആണോ, രണ്ട് വേരിയബിൾസ് അൺറിലേറ്റഡ് ആണോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് തമ്മിൽ വെദർ ദേ ആർ അൺറിലേറ്റഡ് ഓർ നോട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ സി ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത, സി ടെസ്റ്റില് നമ്മുടെ sample size is very large. If the sample size is very large and that data followed a normal distribution, we will use the Z test. ഇങ്ങനെയുള്ള കോർ ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഓർത്തിരിക്കുക. അല്ലാതെ നമ്മൾ ഇതിന്റെ മൊത്തം ഒന്നും ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, അനോവ ആണെങ്കിൽ അവിടെ എഫ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. രണ്ട് കാറ്റഗോറിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എഫ് ആണ് ഉപയോഗിക്കുക. ഡേറ്റ സെറ്റ് ഭയങ്കര ലാർജ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സി ടെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഓർത്തിരിക്കുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ്. നിങ്ങൾക്ക് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഇതിന്റെ കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആവണം എന്നില്ല. അപ്പോൾ ഇത്രയുമാണ്. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ തവണ 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 4 അത്യാവശ്യം സിമ്പിൾ ആണ്. ആ മോഡ്യൂൾസ് കവർ ചെയ്ത ഒരാൾക്ക് സുഖമായിട്ട് 4 ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ മോഡ്യൂള് പഠിക്കുമ്പോൾ ഈക്വേഷൻസ് പഠിക്കുക, മോഡ് മീൻ മീഡിയൻ മോഡൊക്കെ എങ്ങനെ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ കോസ്റ്റ്, ഡിമാൻഡ്, അങ്ങനെയുള്ള ഈക്വേഷൻസിൽ നിന്ന് നമുക്ക് ഈക്വിലിബ്രിയം പ്രൈസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം. ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ആ ഈക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തിരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്, ദെൻ അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ടെസ്റ്റുകൾ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഹൈ സ്ക്വയർ ടെസ്റ്റ്, അങ്ങനെയുള്ള സി ടെസ്റ്റ്, അനോവ എന്താണ്, അനോവയ്ക്ക് ഏത് ടെസ്റ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഇനി then the fourth module is economic development, public finance and international trade. ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഇക്കണോമിക് സൈഡിലേക്ക് വന്നു. അവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ സൈഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൈഡാണ് നമ്മൾ കണ്ടത്. ഇവിടെ കുറച്ചുകൂടെ നമ്മൾ ഇക്കണോമിക് സൈഡിലേക്ക് വരികയാണ്. അപ്പൊ ഇത് കുറച്ച് നമ്മുടെ ജനറൽ അവയർനെസ്സും കൂടെ ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഇതിനകത്ത് വരുന്നത് HDI ഒക്കെയാണ്. HDI, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, HDI, PQLI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് HDI എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മള് എക്സാമിന് പോകുന്നതിന് മുന്നേ ഇറങ്ങുന്ന HDI ഏതാണോ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, നമുക്ക് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള HDI നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. HDI റാങ്കിങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ക്ലിയർ, കൃത്യമായിട്ട് ലേറ്റസ്റ്റ് എന്താണോ ഇന്ത്യയുടെ റാങ്ക്, ലേറ്റസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഇപ്പൊ 2023-24 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് 134 നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ എക്സാം അടുക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത റിപ്പോർട്ട് വന്നാൽ, ഇപ്പൊ 25 അല്ലെ, 25 ഇപ്പൊ നമ്മള് 24-25 വല്ലതും വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ അത് 134 ആണ്. ഔട്ട് ഓഫ് 193 കൺട്രീസ് ഇന്ത്യ റാങ്ക്സ് 134. അപ്പൊ ഇതാണ് HDI. അപ്പൊ ഈ HDI റാങ്കിങ്ങുകൾ ഓർത്തിരിക്കുക. ദെൻ ഈ HDIയിൽ വരുന്ന
ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് HDI വരുന്നതെന്ന് ഓർത്തിരിക്കുക. ആൻഡ് ലോറൻസ് കർവും ജിനി കോഎഫിഷ്യന്റും എന്താണ്? ഈ ലോറൻസ് കർവ്ക്ക് ഇനീക്വാലിറ്റി മെഷർ ചെയ്യാനുള്ള മെഷേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു ലോറൻസ് കർവ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് സീറോ വന്നു കഴിഞ്ഞാൽ, ഗിനി കോഎഫിഷ്യന്റ് 0 വന്നു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ആണ്, ഇനീക്വാലിറ്റി ആണോ, 1 വന്നു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ആണ്, ഇനീക്വാലിറ്റി ആണ്, ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഗ്രോത്ത് തിയറീസിൽ നിങ്ങൾ ആ തിയറിയുടെ സ്റ്റേജുകളുണ്ട്. ഇപ്പോ ലൂയിസ് തിയറി ഓഫ് ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ. ആ തിയറി എന്താണ്, തിയറിയുടെ കോർ എസംഷൻസ് എന്താണ്, 8 പോയിന്റ് മാത്രം. ഇപ്പൊ ബാലൻസ്ഡ് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സെക്ടേഴ്സും, ഇക്കോണമിയുടെ എല്ലാ സെക്ടേഴ്സും ഒരുപോലെ ഗ്രോ ചെയ്യണം. ഇപ്പൊ നമ്മൾ ചില സമയത്ത് കാണാറുണ്ട്, ഇപ്പൊ നമ്മുടെ ഇക്കോണമിയിലൊക്കെ എപ്പോഴും ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ആണ്, അൺബാലൻസ്ഡ് ഗ്രോത്ത് ആണ് ഫോളോ ചെയ്യുക. അതായത് ചില സമയത്ത് അഗ്രികൾച്ചറിന് കുറച്ച് ഇപ്പൊ നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില 5 ഇയർ പ്ലാൻസിൽ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു അഗ്രികൾച്ചർ. ഇൻ സം 5 ഇയർ പ്ലാൻസ് വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രി. സം 5 ഇയർ പ്ലാൻസ് വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു സം അതർ സെക്ടേഴ്സ്. അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ഗ്രോത്ത് ആണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പൊ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയിൽ എന്താ പറയാ, എല്ലാ സെക്ടറിനും ഒരുപോലെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അവിടെ എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാവും. ആ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് മറ്റ് സെക്ടേഴ്സിനെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തിയറികൾ പോവുക. അപ്പൊ ഈ ഓരോ തിയറിയും എന്താണ്, ഇപ്പൊ ലോ ലെവൽ ഈക്വിലിബ്രിയം ട്രാപ്പ് എന്താണ്, അതുപോലെ മിനിമം എഫോർട്ട് തീസിസ് എന്താണ്, അതുപോലെ ബിഗ് പുഷ്, ഒരു ഇക്കോണമിന് നല്ലൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇക്കോണമി ഡെവലപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിയറികൾ വരിക. അതുപോലെ ഹാരോഡോമർ ആൻഡ് സോളോ മോഡലിന്റെ ക്രിട്ടിക്കൽ എസംഷൻ, ആ മോഡൽ എന്താണ് പറയണത്, അത് മാത്രമല്ല അത് അതിന്റെ വലിയ തിയറിയും അതിന്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. വാട്ട് യു നീഡ് ടു സ്റ്റഡി ഇസ് വാട്ട് ദാറ്റ് തിയറി ഇസ് ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് എസംഷൻസ് ഓഫ് ദാറ്റ് തിയറി. എന്താണ് ആ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ എസംഷൻസ് എന്താണ്, ഇതാണ് നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇത് ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ആ തിയറികളും അതിന്റെ എസംഷൻസും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട് യു ഹാവ് ടു സ്റ്റഡി. ദെൻ മണി ആൻഡ് ബാങ്കിങ്ങിനകത്ത് ഇത് മണി ആൻഡ് ബാങ്കിങ് നമുക്ക് ഇതിലിവിടെയും പറയാം. അതുപോലെ തന്നെ നമ്മുടെ 5th മോഡ്യൂളില് ബാങ്കിങ് ഡെവലപ്മെന്റ്സ് പറയുമ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് RBIയുടെ പോളിസി റേറ്റുകളെ മാറ്റങ്ങൾ വരാറുണ്ട്. അതൊക്കെ ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ കീ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്, ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തിയറികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്മിത്ത് റിക്കാർഡോ ഹെക്ഷറോലിയൻ തിയറി എന്നൊക്കെ പറയുന്നത് 4 ആയിട്ടുള്ള കുറച്ച് തിയറികളാണ്. അപ്പൊ ഈ തിയറികളിലൊക്കെ ഇതിന്റെ ഈ ഒരു മോഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ തിയറിയും ഒരു 2 സെന്റൻസിൽ വാട്ട് ദാറ്റ് തിയറി മീൻസ് ഓർ വാട്ട് ദാറ്റ് തിയറി എക്സ്പ്ലെയിൻസ് എന്ന് എഴുതുക. ആൻഡ് ഇറ്റ്സ് എസംഷൻസ്. ഇത്രയുമാണ്. അതുപോലെ ആ തിയറി കൊണ്ടുവന്നത് ആരാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് എങ്ങനെയൊക്കെ നമ്മളോട് കുഴക്കണ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും യു വിൽ ഗെറ്റ് ആൻ ആൻസർ ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് പഠിക്കുമ്പോൾ, ഈ മോഡ്യൂൾ പഠിക്കുമ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് HDIയും തിയറീസും ആണ്. തിയറികൾ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും തിയറികൾ ചോദിച്ചിട്ടുണ്ട്. In Solo's growth model, the output per capita is a function of. ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടത്തെയാണ്. ഹാരോഡോമർ ആൻഡ് സോളോ മോഡൽ ഗ്രോത്ത് തിയറീസ് ആണ്. അപ്പൊ അതിൽ ആ സോളോ മോഡലിലെ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചേക്കുന്നത്. ഇൻ സോളോസ് ഗ്രോത്ത് മോഡൽ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഇസ് എ ഫംഗ്ഷൻ ഓഫ്. ഔട്ട്പുട്ട് എന്തിന്റെ ഫംഗ്ഷൻ എന്നാണ്? ഔട്ട്പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ. ഔട്ട്പുട്ട് ഇസ് ദി ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ. സോ ദ ആൻസർ ഇസ് സി ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ്. ഇവിടെ നമ്മുടെ ഈക്വേഷൻ y is equal to function of k, ദാറ്റ് ഇസ് k എന്ന് ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ്, ക്യാപിറ്റൽ പെർ വർക്കർ. ക്യാപിറ്റൽ ലേബർ റേഷ്യോ എന്താണ്? ആൻഡ് ദാറ്റ് റേഷ്യോ ഇൻഫ്ലുവൻസ് ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ടെക്നിക്കൽ പ്രോഗ്രസ്സും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ നമ്മുടെ നമ്മുടെ സോളോയുടെ മോഡൽ പ്രകാരം ഗ്രോത്തിനെ ഇഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ ഇഫക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ക്യാപിറ്റലും ലേബറും തമ്മിലുള്ള റേഷ്യോനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്.
എന്താണ് വാട്ട് ഇസ് എ റേഷ്യോ ആൻഡ് ദാറ്റ് റേഷ്യോ വിൽ ഇൻഫ്ലുവൻസ് ദി ഔട്ട്പുട്ട്. അബ്സോർപ്ഷൻ അപ്രോച്ച്, ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഒരു തിയറിയാണ് ഈ അബ്സോർപ്ഷൻ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് ഫോർമുലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, തിയറികൾ പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എന്താണ് തിയറി, ആരാണ് പ്രപ്പോസ് ചെയ്തത്, അസംഷൻ എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ അബ്സോർപ്ഷൻ അപ്രോച്ച്. ആരാണ് അബ്സോർപ്ഷൻ അപ്രോച്ച് കൊണ്ടുവന്നത്? ദാറ്റ് സിഡ്നി അലക്സാണ്ടർ ആണ് അബ്സോർപ്ഷൻ അപ്രോച്ച് കൊണ്ടുവരുന്നത്. ഡി ആണ് ആൻസർ എന്ന് പറയാം. അപ്പൊ ഇത് ബാലൻസ് പേയ്മെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു തിയറിയാണ് അബ്സോർപ്ഷൻ തിയറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺട്രീസ് നാഷണൽ ഇൻകം ആൻഡ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ. ഈ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഈ ഒരു ഇക്വേഷൻ പ്രകാരം ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്, BOP എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെക്കോർഡ് ഓഫ് കൺട്രീസ് റെസിഡന്റ് ഓഫ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ റെസിഡന്റ് ഓഫ് എ കൺട്രി വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഒരു രാജ്യത്തിന്റെ റെസിഡന്റ് വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് വരുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ്, അതിനെയാണ് നമ്മൾ BOP എന്ന് പറയുന്നത്. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, മിസ്സെലേനിയസ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ്, കറണ്ട് അക്കൗണ്ടിൽ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, എന്താണ് കറണ്ട് അക്കൗണ്ട്, അതിൽ എന്തൊക്കെ എലമെന്റ് വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ എലമെന്റ് വരുന്നുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ ഈ BOP എന്ന് പറയുന്നത് നാഷണൽ ഇൻകം മൈനസ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ അബ്സോർപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ആണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗവൺമെന്റ് സ്പെൻഡിങ്, ഇത്രയുമാണ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പോ ഈ Y എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇവിടെ എപ്പോഴാണ് BOPയിൽ സർപ്ലസ് വരുന്നത്, ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ അബ്സോർപ്ഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോ സർപ്ലസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് കൂടുതൽ, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവാക്കാണ്, നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ് അല്ലെ, കൺസ്യൂം ചെയ്യാണ്, ഇൻവെസ്റ്റ്മെന്റിനും ഗവൺമെന്റ് സ്പെൻഡിങ് ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ കിടന്ന് കറങ്ങുകയാണ്. അപ്പോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും. ദാറ്റ് മീൻസ് BOPയിൽ സർപ്ലസ് ഉണ്ടാവും. നേരെ തിരിച്ച് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഇവിടെ തന്നെ ചെലവാക്കുകയാണെങ്കിൽ, നമ്മൾ കൺസ്യൂം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് തികയണില്ല, നമ്മൾ അതിൽ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് വി ഹാവ് ടു ഇമ്പോർട്ട് മോർ ആൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഡെഫിസിറ്റ് ഇൻ BOP. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ അപ്രോച്ച് എന്ന് പറയാം. നമ്മൾ മോർ ആൻഡ് മോർ നമ്മൾ തന്നെ അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, അവർ ഇക്കോണമി വിൽ ഗെറ്റ് ഇൻ ടു ഡെഫിസിറ്റ്. അബ്സോർപ്ഷൻ കുറയണം, ഔട്ട്പുട്ടിനേക്കാൾ കുറവായിരിക്കണം അബ്സോർപ്ഷൻ. ഇപ്പൊ നമ്മൾ വരവിൽ കൂടുതൽ ചെലവഴിച്ചാൽ എന്ത് പറ്റും, നമ്മൾ കടബാധിതരാവും. അത് തന്നെയാണ് സംഭവം. ഇപ്പൊ ഒരു ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരവിൽ കൂടുതലുണ്ട്, നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, നമ്മൾ ഡെപ്റ്റ് ആണ്. നേരെ തിരിച്ചു നമ്മൾ ചെലവ് കുറവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നല്ല കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ആക്ച്വലി ഒരു സർപ്ലസ് ആണ്, നമുക്കൊരു എസെറ്റ് ആണ്. അത് തന്നെയാണ് ഇക്കോണമീനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ചെലവാക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഈസ് വിൽ ബി ഡെഫിസിറ്റ്. നേരെ തിരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ കുറച്ച് മാത്രമാണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ബാക്കി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. സോ ദാറ്റ് വി വിൽ ഗെറ്റ് മോർ മണി ഇൻ ടു അവർ ഇക്കോണമി ആൻഡ് വി വിൽ ബി ഇൻ സർപ്ലസ് സിറ്റുവേഷൻ. The ability to pay principle of taxation is logically most consistent with the normative notion of. ഇതിൽ ഏതുമായിട്ടാണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ കുറച്ച് ലോജിക്കലി കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. എബിലിറ്റി ടു പേ എന്ന് പറയുന്നത് എന്താണ് ദി ടാക്സേഷൻ ഷുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദി പേഴ്സൺസ് എബിലിറ്റി ടു പേ. അയാൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചായിരിക്കണം അയാളെ ടാക്സ് ചെയ്യേണ്ടത്.
കൂടുതൽ പേ ചെയ്യാൻ പറ്റുന്ന ആളെ കൂടുതൽ ടാക്സ് ചെയ്യാം, കുറച്ച് പേ ചെയ്യാൻ പറ്റുന്ന ആളെ കുറച്ച് ടാക്സ് ചെയ്യാം. സോ ഇതിൽ ഏതൊരു ഓപ്ഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ്. ആൻസർ വെർട്ടിക്കൽ ഈക്വിറ്റി ആണ്. വെർട്ടിക്കൽ ഈക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹയർ ഇൻകം ആൾക്കാര് ദേ ഹാവ് ടു ഗിവ് മോർ ടാക്സ്, ലോവർ ഇൻകം ആൾക്കാർ കുറച്ച് ടാക്സ് ചെയ്താൽ മതി. അതാണ് വെർട്ടിക്കൽ ഈക്വിറ്റി എന്ന് പറയാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഇവിടെ ഈ എബിലിറ്റി ടു പേ എന്ന് പറയുന്നത് എന്താണ്? ഏബിൾ ആയിട്ടുള്ള ആൾ കൂടുതൽ കൊടുത്തോട്ടെ, ഏബിൾ അല്ലാത്തവർ കുറച്ച് കൊടുക്കട്ടെ. അപ്പൊ അത് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഈക്വിറ്റി ആണ്. Then ബേസിക് റാഷണൽ ഓഫ് ദ തിയറി ഓഫ് ബിഗ് പുഷ്. ബിഗ് പുഷിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണ് എന്നുള്ളതാണ്. ബിഗ് പുഷിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എക്സ്റ്റേണൽ ഇക്കോണമീസ് ആണ്. പോൾ റിസൻസ്റ്റൈൻ റിഡാൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് underdeveloped economies need large-scale coordinated investment across multiple sectors. ഞാൻ ആ മോഡ്യൂള് പറഞ്ഞപ്പോൾ ബിഗ് പുഷ്, ഒരു വലിയൊരു പുഷ് വേണം ഇക്കോണമിക്ക്. ആ പുഷ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് വഴിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, അവർക്ക് മാത്രമല്ല പ്രോഫിറ്റ് കിട്ടുന്നത്, ബാക്കി സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഇപ്പൊ ഒരു സ്റ്റീൽ പ്ലാന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് ചുറ്റിപ്പറ്റി കുറെ ബാക്കിയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അവിടെ ഡെവലപ്പായി വരും. സോ ദ ഹോൾ ഇക്കോണമി വിൽ ഡെവലപ്പ്. അപ്പോൾ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇവിടെ നാഷണൽ ഹൈവേകൾ പണിത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാക്കും. കാരണം ആ ഹൈവേകളുടെ സൈഡുകളിൽ എന്തുണ്ടാവും, കുറെ കടകൾ വരും, ഷോപ്പുകൾ വരും, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കൂടും. സോ ദാറ്റ് ദ ഇക്കോണമി വിൽ ഗെറ്റ് മോർ പോസിറ്റീവ് ഔട്ട്കം. അപ്പൊ ഇത് ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി വരും. അപ്പൊ ഈ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, ഒരു കുഞ്ഞൊരു റോഡ് ഉണ്ടാക്കി ഈ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി വരില്ല. പകരം എന്താണ്, കോടികൾ മുതൽ മുടക്കില് വലിയ ഹൈവേസ് പണിയുമ്പോഴാണ് ഇത്രയും നമുക്ക് ഔട്ട്കം വരുള്ളൂ. നമ്മുടെ ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നു, അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് വഴിയിട്ട് വരുന്ന കുറെ കുഞ്ഞു അതിനോട് ചേർന്നെടുക്കുന്ന പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ what we need is high level of investment. അപ്പൊ അതാണ് ഈ ബിഗ് പുഷ് തിയറിയിൽ പറയുന്നത്. ആൻഡ് ദിസ് that will create പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. ആ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. External economies refer to the benefit that spill over to other firms. മറ്റുള്ളവർക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇക്കോണമീസ് എന്ന് പറയാം. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെയാണ്. ഈ എക്സ്റ്റേണൽ ഇക്കോണമീസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇപ്പൊ ഈ പൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ അത് എന്താണ്, നെഗറ്റീവ് ആണ്. നമ്മളിവിടെ പറയുന്നത് പോസിറ്റീവിനെ പറ്റിയിട്ടാണ്, പോസിറ്റീവ് എക്സ്റ്റേണൽ ഇക്കോണമീസിനെ പറ്റിയിട്ടാണ്. ഇന്റേണൽ ഇക്കോണമീസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ, നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ഇന്റേണൽ ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ടു ദ തേർഡ് പാർട്ടി, അതിനെയാണ്, അല്ലെങ്കിൽ അതർ ഫേംസ് അല്ലെങ്കിൽ അതർ സെക്ടേഴ്സ്. Then who is the author of the book Capital in the 21st Century? Who is that author എന്നുള്ളതാണ്. ഓതർ ഇസ് തോമസ് പിക്കറ്റി ആണ് ഇതിന്റെ ഓതർ. ഇത് ഒരു വൺ ഓഫ് ദി സെലിബ്രേറ്റഡ് ബുക്സ് ഇൻ ഇക്കണോമിക്സ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ ഇൻ ദ 21st Century എന്താണെന്ന്, ആരാണ് എഴുതിയതെന്ന്. ഇത് വെൽത്ത് ആൻഡ് ഇൻകം ഇനീക്വാളിറ്റീനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു ബുക്കാണത്. ക്യാപിറ്റൽ, നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ, ഈ ക്യാപിറ്റൽ റിട്ടേൺസ് കൂടുന്നതിനനുസരിച്ച് ഇനീക്വാളിറ്റി ഇക്കോണമിയിൽ കൂടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു വെൽത്തും ഇൻകം ഇനീക്വാളിറ്റിയും തമ്മിലുള്ള ഒരു അനലൈസ് ചെയ്യുന്ന ഒരു ബുക്കാണ് തോമസ് പിക്കറ്റിയുടെ ഈ ഒരു ക്യാപിറ്റൽ ഇൻ ദ 21st Century. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ബുക്സുകൾ ഒന്ന് നോക്കുക. അമർത്യ സെന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്, ജഗദീഷ് ഭഗവതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കി വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ആൻസർ ഇറ്റ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് ബുക്കുകളാണ് ഈ ക്യാപിറ്റൽ ഇൻ ദി 21st Century. അതുകൊണ്ടാണ് ഇതിൽ ചോദിച്ചത്. Balance of payment in the current account balance is also known as. Current account balance in the balance of payment in the current account balance is also known as. കറണ്ട് അക്കൗണ്ട് ബാലൻസിലെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ നമ്മൾ എന്താണ് പറയുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഡിവിഷൻ ഉണ്ട്. അപ്പൊ അതില് കറണ്ട് അക്കൗണ്ടിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ട്രാൻസ്ഫർ എന്നാണോ, വിസിബിൾ ട്രേഡ് ബാലൻസ് എന്നാണോ, ഗെയിൻ ഫ്രം ട്രേഡ് എന്നാണോ, നൺ ആണോ? ആൻസർ ഇസ് നൺ ആണ്. ഇതൊന്നുമല്ല. ആക്ച്വലി
കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഇൻ ദി ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് എന്തൊക്കെയാണ്? ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ്, നെറ്റ് പ്രൈമറി ഇൻകം അതായത് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നൊക്കെ ഉള്ള ഇൻകം, നെറ്റ് ട്രാൻസ്ഫേഴ്സ്, നമ്മുടെ റെമിറ്റൻസസ്, ഫോറിൻ എയ്ഡ്, ഇത്രയൊക്കെയാണ് നമുക്ക് എന്തിൽ വരുന്നത്? കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. ഈ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസിനെ നമ്മൾ എന്താണ് പറയണത്? കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ മറ്റു പേരുകളൊന്നും തന്നെ നമ്മൾ പറയുന്നില്ല. സോ ദ ആൻസർ ഇസ് നൺ എന്നാണ്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്നാണ് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് കറണ്ട് അക്കൗണ്ട് ഇസ് കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ഇത് ആൻസർ നൺ ആണ്. ആക്ച്വലി ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 4 മാർക്ക് എന്നതിന് പകരം 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ ഇതിൽ കുറച്ച് വെയിറ്റേജ്, അതാണ് നമ്മൾ പലപ്പോഴും നമ്മളവർ പറഞ്ഞിട്ടുണ്ട് ഈ വെയിറ്റേജ് മാറാം. ഇവിടെ കഴിഞ്ഞ തവണ വെയിറ്റേജ് കൂടുതൽ ഈ മോഡ്യൂളിന് കിട്ടിയിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് വൺ ഇസ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. ഇത് ഭയങ്കര ഒരു കഥ പോലെ കിടക്കുന്ന ഒരു മൊഡ്യൂളാണ്. ഇവിടെ എന്ത് പഠിക്കണം എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻസ്. ഓരോ 5 ഇയർ പ്ലാനിന്റെയും ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നും ഏതെങ്കിലും പ്രത്യേക ഇക്കണോമിക് മോഡൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതായിരുന്നു എന്നും അത് കൃത്യമായിട്ട് ഓർത്തു. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 5 ഇയർ പ്ലാൻസിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ്. ഓരോ 5 ഇയർ പ്ലാൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ RBIയുടെ ഒക്കെ മോണിറ്ററി പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ, റിപ്പോ റേറ്റ് എത്ര, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താ, അങ്ങനെയുള്ള കറന്റ് നോളജ് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ അവയർനെസ് കൃത്യമായിട്ട് ഓർത്തിട്ട് പോവുക. അതുപോലെ നിതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ വൈസ് ചെയർമാൻ, CEO ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഓർത്തിരിക്കുക. ദെൻ കേരള ഇക്കോണമിക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര, റവന്യൂ ഡെഫിസിറ്റ് എത്ര, അങ്ങനെയുള്ള ഡെഫിസിറ്റുകൾ. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ബഡ്ജറ്റിലെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്, അതിൽ എത്രയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോറായിട്ട് ഓർത്തിരിക്കുക. കാരണം ഇത് വലിയ അങ്ങനെ ഒരു കുറച്ച് കഥ പോലെ കിടക്കുന്ന ടോപ്പിക്കുകൾ ആയതുകൊണ്ട് നമ്മൾക്ക് വരുന്നത് സ്പെസിഫിക് ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടും നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ഡേറ്റകൾ ഓർത്തിരിക്കുക. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ട് നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. അപ്പോ നിങ്ങൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് നീതി ആയോഗ് എന്താണെന്ന് എടുത്തെഴുതണമെങ്കിൽ എന്തറിയണം, വാട്ട് ഇസ് നീതി ആയോഗ് എന്നും നീതി ആയോഗിന്റെ കോർ എലമെന്റ്സും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ വന്ന 2 ക്വസ്റ്റ്യൻസും ആ ഒരു സമയത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂണിയൻ ബഡ്ജറ്റ് 2022-23 എനി ഇൻകം ഫ്രം ട്രാൻസ്ഫേഴ്സ് ഓഫ് എനി വെർച്വൽ ഡിജിറ്റൽ സച്ച് എസ് ക്രിപ്റ്റോ കറൻസി ഷാൽ ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ്. അത് ആ ഒരു ബഡ്ജറ്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. വെർച്വൽ ഡിജിറ്റൽ എസൻസി എന്നുള്ള ട്രാൻസ്ഫേഴ്സിനെ ടാക്സ് ചെയ്യണം എന്നുള്ളത്. ദാറ്റ് റേറ്റ് വാസ് 30%. ഇത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത്തവണ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ ഉള്ളത് 24-25 ബഡ്ജറ്റ് ആണ്. അപ്പൊ ആ 24-25 യൂണിയൻ ആസ് വെൽ ആസ് സ്റ്റേറ്റ് ബഡ്ജറ്റ്, ഇത് രണ്ടും നോക്കുക. കോറായിട്ട് എന്തൊക്കെയാണ് ഇതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്നത് അത് നോട്ട് ഡൗൺ ചെയ്തിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ആൻഡ് ഹു ഈസ് ദ ചെയർമാൻ ഓഫ് 15th ഫൈനാൻസ് കമ്മീഷൻ. 15th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. 15th ഫൈനാൻസ് കമ്മീഷൻ ചെയർമാൻ ഇസ് NK Singh. അപ്പൊ ഇവിടെ ഇത് 15th ആണ്. ആൻഡ് ദ ലേറ്റസ്റ്റ് വൺ ഇസ് 16th ഫൈനാൻസ് കമ്മീഷൻ ആണ്, വിച്ച് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ December 31, 2023, വിച്ച് വാസ് ചെയർഡ് ബൈ ഡോക്ടർ അരവിന്ദ് പനാഗരിയ. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 16ാമത്തെയാണ്. ആൻഡ് ദി ചെയർമാൻ ഇസ് ഡോക്ടർ അരവിന്ദ് പനാഗരി ആണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് ഫൈനാൻസ് കമ്മീഷൻ എന്ന് ഓർത്തിരിക്കണം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ഫൈനാൻസ് കമ്മീഷൻ. ഒരു ഓപ്ഷൻ ഇറ്റ് ഈസ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അത് തെറ്റാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 280 പ്രകാരം വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നീതി ആയോഗ് എന്ന് ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ഫൈനാൻഷ്യൽ റിലേഷൻസിനെ പറ്റിയിട്ടാണ് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു ഫൈനാൻസ് കമ്മീഷൻ വരുന്നത്. ഓരോ ഫൈനാൻസ് കമ്മീഷനും 5 ഇയേഴ്സിലേക്കാണ് വരുന്നത്. 5 ഇയർ റെക്കമെൻഡേഷൻസ് ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓരോ 5 ഇയേഴ്സിലാണ്. ആൻഡ് ദേ ആർ ഗിവിംഗ് റെക്കമെൻഡേഷൻസ് ഫോർ 5 ഇയേഴ്സ്. ഇപ്പൊ ഇവർ ഈ 2023 വന്നേക്കുന്ന 16th ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് എവിടെ 2026-31 റെക്കമെൻഡേഷൻസ് ആണ് ഇവര് തരുന്നത്. ഇപ്പൊ ഉള്ള റെക്കമെൻഡേഷൻസ് 15th ഫൈനാൻസ് കമ്മീഷന്റെ ആണ്. 2026 തൊട്ട് ഏത് ഫൈനാൻസ് കമ്മീഷന്റെ ആണ് റെക്കമെൻഡേഷൻ വരിക? 16th ആണ്. അപ്പൊ 15th ഫൈനാൻസ് കമ്മീഷന്റെ ചെയർമാൻ NK സിംഗും 16th അരവിന്ദ് പനാഗരിയുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കണോമിക്സും കറണ്ട് അഫയേഴ്സും ലിങ്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അതെപ്പോഴും ഓർത്തിരുന്നിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്കിപ്പോ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ടൈം വന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക. നമ്മളിപ്പോ തിയറി പഠിക്കുവാണെങ്കിൽ ആ തിയറി അല്ലാതെ അതിന്റെ ക്രിറ്റിസിസംസോ അതിന്റെ ബാക്ക് സ്റ്റോറിയോ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഇറ്റ് ഈസ് എന്ന് മാത്രം നിങ്ങൾ പഠിക്കുക. അതിന്റെ അസംഷൻസും ഹു പ്രപ്പോസ് ദാറ്റ് തിയറി, ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ മൈക്രോയിലാണെങ്കിലും ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക. ഡിമാൻഡ്, സപ്ലൈ, കോസ്റ്റ് തിയറികൾ, പ്രൊഡക്ഷൻ തിയറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നമ്മുടെ MC മാക്സിമം ആകുമ്പോഴുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കീ പോയിന്റ്സുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ ഓർത്തിരുന്നാൽ തന്നെ യു ക്യാൻ സ്കോർ എ ഗുഡ് മാർക്സ്. 20 മാർക്കാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് അല്ല, ഷുവർ ഷോട്ട് 20 ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ മോഡ്യൂൾസ് ചിലപ്പോൾ മാറാം, സിഗ്നിഫിക്കൻസ് ചിലപ്പോൾ മാറാം. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, 2 ക്വസ്റ്റ്യൻസ് ആ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോ ചിലപ്പോൾ ഇനിയും ഇതിനധികം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇനി കുറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടാൻ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ പോയാലും 20 ക്വസ്റ്റ്യൻസ് ഇക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് വരും. അപ്പൊ ഈ 20 ആൻസർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് സ്കോർ. നിങ്ങൾക്ക് ഇപ്പൊ ഇക്കണോമിക്സ് പഠിക്കാത്ത ഒരാളാണ്, മാത്സ് ആണ് ആളുടെ കോർ ഏരിയ എങ്കിൽ മാത്സും സ്റ്റാറ്റും അയാൾക്ക് അറിയാം, ഇക്കണോമിക്സും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വെരി ഹൈ മാർക്ക്, ഹൈ റാങ്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ റാങ്കുകളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ജോലിക്ക് കയറാനായിട്ടുള്ള പോസിബിലിറ്റിയും ജോലി സാധ്യതയും വളരെ കൂടുതലാണ്. സോ എയിം ഹൈ. എപ്പോഴും ലിസ്റ്റിൽ കയറുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തുക എന്നുള്ളതാണ്. ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല, റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തുക. ദാറ്റ് ഷുഡ് ബി ദ എയിം ഹൈ സോ ദാറ്റ് യു ക്യാൻ അച്ചീവ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള കോർ ഏരിയാസും ഏതിലൊക്കെ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കണമെന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഓൾ ദ ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ് സോ ഫാർ. താങ്ക് യു.